എനിക്ക് വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ ഒരു മാസത്തെ ടേൺഓവർ 25 ലക്ഷത്തിന് മുകളിൽ. തന്റെ സ്വപ്നങ്ങളെ വിടാതെ പിന്തുടർന്ന് ജോബ് ചെയ്ത് ഒരുപാട് വർഷം ഒരു സെയിൽസ്മാൻ ആയിട്ട് ഇദ്ദേഹം ജോലി ചെയ്തു. ശേഷം അദ്ദേഹം സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു വർഷം ആകുന്നതിന് മുൻപ് കോടി സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിനി കേൾക്കാൻ പോകുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ സുഭാഷ് ഓൺ ടു ദി നൈറ്റ് പ്ലീസ്. വെറും 6 മാസം കൊണ്ടാണ് 1 കോടി രൂപ അച്ചീവ് ചെയ്തിരിക്കുന്നത്. Within 6 months, so 1 crore champion. So please put your hands together for Mr. Subhash on to the dais. ഇൻവെസ്റ്റ്മെന്റ് ഹിപ്നോട്ടിക് ബിസിനസ് യൂസ് ചെയ്ത് മൊബൈൽ ഷോപ്പിനെ 2 കോടിയാക്കിയ മാജിക് ഫോർമുല. നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ വെറും 12 ലക്ഷം രൂപ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ മൊബൈൽ ഷോപ്പിൽ നിന്നും ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് 2 കോടി ജനറേറ്റ് ചെയ്ത് വിജയ രഹസ്യം അറിയാൻ താല്പര്യമുണ്ട്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഭാഷ്, പാലക്കാട് പറഞ്ഞു വരുന്നു. വീട്ടിൽ അച്ഛനമ്മ, ഞങ്ങളുടെ 2 മക്കൾ, ഞാനും അഞ്ചെത്തിയും. തിരുവനന്തപുരം ഇത് ഞാൻ 2ാം തവണയാണ് വരുന്നത്. ഇതിനു മുൻപ് വന്നത് 2002 അച്ഛൻ RCCയിൽ ട്രീറ്റ്മെന്റ് നടത്തിയ സമയത്താണ് വന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് അച്ഛൻ പോയതിൽ പിന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കിയത്. അമ്മയുടെ കഷ്ടപ്പാട് ഏറ്റെടുക്കേണ്ടത് എന്റെ ചുമതലയായതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമ കോഴ്സിന് ശേഷം ഞാനൊരു മൊബൈൽ ബ്രാൻഡിന്റെ സെയിൽസ് പ്രൊമോട്ടറായി ജോലിയിൽ പ്രവേശിച്ചു. ഏകദേശം 12 വർഷത്തോളം ഒരേ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തു വരവെ ആ സ്ഥാപനത്തിന്റെ ഓണർ തീർത്തും അവഗണിക്കുന്ന രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഒട്ടും വാല്യൂ നൽകുന്നില്ല, തീർത്തും അവഗണിക്കുന്നു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതേ സമയം ആ സ്ഥാപനത്തിന്റെ സെയിൽസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് തിരഞ്ഞെടുപ്പിനിടെ വിപിൻ സാറിന്റെ 99 രൂപയുടെ ക്ലാസ് ഞാൻ ആഡ് കണ്ടു. ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ സ്പാർക്ക് കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു അത്. എന്നാൽ ആ ക്ലാസ്സിനപ്പുറം പോകണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ കൂടി അന്ന് സാർ ക്ലാസ്സിൽ പറഞ്ഞൊരു വാചകം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. സാർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു സ്റ്റാഫ് ആയതുകൊണ്ടാണ് എന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അധികം വൈകാതെ ഒരു തൊഴിലാളി ദിനത്തിൽ എന്റെ ദീർഘമായ 17 വർഷത്തെ സെയിൽസ്മാൻ ജോബ് ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആ വെല്ലുവിളികൾ എന്തെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ഞാനും എന്റെ ഒരു സുഹൃത്തും ചേർന്ന് മൊബൈൽ ഷോപ്പ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 12 ലക്ഷം രൂപ സ്വരൂപിച്ചത്. അങ്ങനെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞ 2022 ജൂൺ 12-ാം തീയതി ഞാനും എന്റെ സുഹൃത്ത് ദിലീപിന്റെയും അമ്മയുടെ കൈകൾ കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് റെഫറൻസിലൂടെ ലീഡുകൾ ലഭിച്ചിരുന്നു, സെയിലുകൾ വന്നിരുന്നു. എന്നാൽ പതിയെ അത് കുറഞ്ഞു വരാൻ തുടങ്ങി. സെയിൽസ് കുറഞ്ഞതിന്റെ ഭാഗമായി ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ കുറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ കാര്യമായി ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞങ്ങളുടെ ഷോപ്പിന്റെ വർക്ക് ചെയ്ത സുധീഷ്, ഇന്നിവിടെ സുധീഷ് ഇരിക്കുന്നുണ്ട്, സുധീഷ് മുഖേന്ദ്രൻ ഞാൻ വീണ്ടും ജയജ സക്സസ് മെമ്പറെ കുറിച്ച് അറിയുന്നത്. ഉടനെ തന്നെ ഞാൻ സിൽവർ മെമ്പർഷിപ്പ് എടുത്തു. അതിലെ ടാസ്കുകളെല്ലാം ആദ്യമൊക്കെ ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഹെഡ്ഫോൺ വെച്ച് യാത്രക്കിടെയായിരുന്നു സാറിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ നടന്നുപോയി. ആദ്യഘട്ടത്തെ ക്ലാസ്സുകളിലൂടെ വിപിൻ സാറിന്റെ ക്ലാസ്സിലൂടെ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടുള്ള പെസോ ഫോർമുല വെച്ച് ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ നമുക്കൊരു FB ആഡ്, പെയ്ഡ് ആഡായിട്ട് എങ്ങനെ ചെയ്യണം, അത്തരത്തിൽ എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടി. ഞാൻ ആദ്യഘട്ടത്തിൽ ലീഡ് ജനറേഷൻ ശ്രമിച്ചെങ്കിൽ കൂടി എനിക്ക് അത് സക്സസ് ആയിട്ട് വർക്കായി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് കിട്ടിയ ലീഡുകൾ ക്വാളിറ്റി ഇല്ലാതായിരുന്നു. അങ്ങനെ ഇരിക്കെ ക്ലാസ്സുകളിൽ സ്റ്റുഡന്റ് ഫീഡ്ബാക്ക് പറയുമ്പോൾ എല്ലാവരും അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടുകൾ പറയുമ്പോൾ എനിക്ക് ഞാൻ ഫെയിൽ ആവുന്ന ലീഡ് ജനറേഷൻ ആക്ടിവിറ്റിയുടെ ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരാൾ എന്നെ വളരെയധികം അമ്പരിപ്പിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സുകളിലും
അദ്ദേഹത്തിനുണ്ടാവുന്ന റിസൾട്ടും എക്സ്പീരിയൻസും ക്ലാസ്സിൽ പറയുന്നത് കേട്ട് ഞാൻ വളരെയധികം അമ്പരന്നു. ആ അമ്പരുന്ന ആൾ മറ്റാരുമല്ല, ഇന്നിവിടെ 1 crore അച്ചീവായുള്ള സിബിൻ സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഇൻസ്പയർ ആയി അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ എനിക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഉടൻ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തു. ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്ത് അധികം വൈകാതെ തന്നെ അതിലെ പെയ്ഡ് ആഡിന്റെ ഡീറ്റെയിൽസ് സിമൽ സാറിന്റെ ക്ലാസ്സുകളിലൂടെ എനിക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി ക്വാളിറ്റി ലീഡ്സ് വന്നു. ആ ലീഡുകളെല്ലാം കോൾ ചെയ്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തതിലൂടെ എനിക്ക് ഫസ്റ്റ് ക്ലോസിംഗ് 2 സെയിൽ വന്നു. അത് ഞാൻ 37,000 രൂപയുടെ പ്രൊഡക്റ്റിന് ആർഡർ കൊടുത്ത് എനിക്ക് 97,000 രൂപയുടെ 2 പ്രൊഡക്റ്റാണ് ക്ലോസ് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ക്ലോസിംഗ് 1,90,000. അതോടുകൂടി ഞാൻ ഹോൾ ഓഫ് ഫെയിം അവാർഡിന് അർഹനായി. തുടർന്ന് സാറിന്റെ 2 ഡേ പ്രോഗ്രാമായ MBSലൂടെ ഒരു ബിസിനസ്സിൽ വേണ്ട 9 എലമെന്റ്സിനെ കുറിച്ചിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. ആ 9 എലമെന്റ്സിലൂടെ എന്റെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി എന്റെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഡെവലപ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആയുള്ള വാട്സ്ആപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിന്റെ നല്ല രീതിയിൽ ആക്റ്റീവായി ഡെയിലി വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതിലൂടെ നല്ല റീച്ചും ലീഡ്സും ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. 40 ഞങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസ് വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ 1 മാസത്തെ ടേൺ ഓവർ 25 ലക്ഷത്തിന് മുകളിലാണ്. ഞങ്ങളുടെ ഷോപ്പിന്റെ ടോട്ടൽ സെയിലും ഇപ്പോ 1 വർഷം ആകുമ്പോഴേക്കും ഞങ്ങൾ 2 കോടിക്ക് മുകളിൽ അച്ചീവ് ചെയ്തിരിക്കുന്നു. എനിക്ക് എന്റെ സക്സസ് ആയുള്ള ലൈഫിൽ നിന്നും പറയാനുള്ള ഒരു കാര്യം 3 ടിപ്പുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ടിപ്പ് നമ്പർ 1, സെറ്റ് എ ഗോൾ ഫോർ ലൈഫ്, എ ഫാൻസി നെയിംഡ് ഗോൾ. രണ്ടാമതായിട്ട് പറയുന്നത് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. മൂന്നാമതായിട്ട് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് എ മെന്റർ. നമ്മൾ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് ആ ലക്ഷ്യങ്ങളിലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും സ്റ്റെപ്സും കറക്റ്റ് ആണെന്നുള്ളത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു മെന്റർ തിരഞ്ഞെടുക്കുക. എനിക്കിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് വിപിൻ സാറാണ്. വിപിൻ സാറിന്റെ JJ സക്സസ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു മിഷൻ ഡ്രീം പ്രോജക്റ്റും എന്തായാലും ഞാൻ അച്ചീവ് ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൂടാതെ ഈ JJ സക്സസ് മന്ത്രിയിലെ അങ്ങനെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടിലൂടെയാണ് എനിക്ക് സ്റ്റേജിലെത്താൻ സാധിച്ചിരിക്കുന്നത്. ഒരു സെയിൽസ്മാനായിരുന്നു എനിക്ക് കൊണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ 2 കോടിയോളം രൂപ നിങ്ങളെ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കും. പണമില്ല എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട എല്ലാവരോടും ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സുഭാഷ് Standing